Hello guys, നമ്മൾ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ നമ്പർ 69 സ്ക്വയർ റൂട്ട് ഓഫ് എക്സ്. അത് നമുക്ക് നമ്പർ അതിൻ്റെ സ്ക്വയർ റൂട്ട് റിട്ടേൺ ചെയ്യാം. പക്ഷേ നമുക്കൊരു നമ്പർ അതിൻ്റെ സ്ക്വയർ റൂട്ട് പെർഫെക്റ്റ് അല്ല. അതായത് ഫോർ എക്സാമ്പിൾ ഒരു ഡെസിമൽ വാല്യൂ ആണ് അതിൻ്റെ സ്ക്വയർ റൂട്ട് എങ്കിൽ അതിൻ്റെ നിയറസ്റ്റ് ഇൻറ്റിജർ റിട്ടേൺ ചെയ്യാം. അതാണ് ക്വസ്റ്റ്യൻ. നമുക്കിത് ബിൽഡ് ഇൻ ഫംഗ്ഷനെ വെച്ചൊന്നും ചെയ്തുകൂടാ. ഫോർ എക്സാമ്പിൾ നോട്ട് യൂസ് പവർ മസ്റ്റ് നോട്ട് യൂസ് ബിൽഡ് ഇൻ ഫംഗ്ഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ബിൽഡ് ഇൻ ഫംഗ്ഷൻ വഴി നമുക്ക് ബൈനറി സെർച്ച് ഉപയോഗിച്ച് അങ്ങനെ ചെയ്യാൻ നോക്കാം. ഓക്കെ, നമ്മൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് നോക്കാം ഇതിൻ്റെ ഇൻഡ്യൂഷൻ്റെ എന്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 16 നമ്പറാണെന്ന് വെച്ചു. ഈ 16 നമ്പർ നമുക്ക് കിട്ടുമെന്ന് നമുക്കൊരു റേഞ്ച് ഓഫ് വാല്യൂസ് എടുക്കാം. റേഞ്ച് ഓഫ് വാല്യൂസ് എന്ന് പറയുന്നത് സ്റ്റെപ്പായി റേഞ്ച് ഓഫ് വാല്യൂസ് എന്ന് പറഞ്ഞാൽ 0 to 16. ഓക്കെ, ഈ റേഞ്ച് ഓഫ് വാല്യൂസ് നമ്മൾ മൈനർ സെർച്ച് അടിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഫോർ എക്സാമ്പിൾ നമുക്ക് ഇപ്പോൾ ഒരു മിഡ് കിട്ടിയെന്ന് വെച്ചാൽ മൈനർ സെർച്ച് മിഡ് കിട്ടുമല്ലോ. മിഡ് എടുക്കുമ്പോൾ മിഡ് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടിയ ഒരു വാല്യൂ എന്ന് പറയുന്നത് 8 ആണ്. നമ്മൾ പറഞ്ഞത് 8 സ്ക്വയർ 8 സ്ക്വയർ എടുക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും 64, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 16. 64 ഗ്രേറ്റർ ദാൻ 16 ആണെന്ന് നമുക്കൊരു കാര്യം മനസ്സിലാകും. ഇനി 8ന് മുന്നുള്ള നമ്പേഴ്സ് എല്ലാം അതിൻ്റെ സ്കോർ കിട്ടിയത് ഗ്രേറ്റർ ദാൻ 16 ആയിരിക്കും. 9 സ്ക്വയർ 18, അത് ഗ്രേറ്റർ ദാൻ 16 ആണ്. അത് നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഇനി മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും, പുറകോട്ട് പോകും. പുറകോട്ട് പോകുന്ന എങ്ങനെയാണ്, മൈനസ് ഈ സീക്വൽ ടു മിഡ് -1. ഇവിടെ എൻഡിങ് ഇൻഡെക്സ് ഇ ആയിരിക്കും. അതിൻ്റെ ഈ സീക്വൽ അതിനെ കൊണ്ടുപോയി മിഡിൻ്റെ ബാക്കിൽ കൊണ്ടുപോയി. ഇനി നമ്മൾ അങ്ങനെ ചെയ്ത് തരുമ്പോൾ നമുക്ക് നെക്സ്റ്റ് മിഡ് കിട്ടാന്ന് വെച്ചാൽ നമുക്കൊരു 2 കിട്ടിയെന്ന് വെച്ചു. 2 സ്ക്വയർ എടുക്കും ഈക്വൽ ടു 4, വിച്ച് ഈസ് ലെസ് ദാൻ 16. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ മുന്നോട്ട് പോകും. മുന്നോട്ട് അങ്ങനെ മൈനസ് സെർച്ചിനകത്ത് സിസ് ഈക്വൽ ടു m+1. ഓക്കെ, പക്ഷേ നമ്മൾ ഈ നമ്പർ എവിടെ സ്റ്റോർ ചെയ്ത് വെക്കും, ഈ 2 ഒരു ആൻസർ എന്ന് പറഞ്ഞൊരു വേരിയബിൾ സ്റ്റോർ ചെയ്ത് വെക്കും. കാര്യം നമുക്ക് അഥവാ പെർഫെക്റ്റ് സ്കോർ കിട്ടില്ല, മുന്നോട്ട് പെർഫെക്റ്റ് സ്കോർ കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് ലേറ്റസ്റ്റ് അതായത് ബിഗ്ഗസ്റ്റ് ഇൻറ്റിജർ ഹൂസ് സ്ക്വയർ ഈസ് ലെസ് ദാൻ ദ ഗിവൺ ഇൻപുട്ട്, അത് കിട്ടാൻ വേണ്ടി നമ്മൾ ഈ 2ന് ഒരു ആൻസർ സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ചെയ്യാൻ നോക്കാം. എൻഡിങ് എന്ത് വരും, ഇൻപുട്ട് നമ്പർ തന്നെ വരും. Mid is equal to s plus e minus s by 2 while s less than or equal to e. Then if sq ചെറിയതല്ല, നമുക്ക് sq ലോങ് എടുക്കാം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ sq എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ടുള്ള സ്ക്വയർ ലോങ് എടുക്കുന്നത് കഴിഞ്ഞാൽ മിഡ് ചില സമയത്ത് ഹൈലി ബിഗ് നമ്പർ 231 നിയർ ആയിട്ട് നമ്പർ വന്നു കഴിഞ്ഞാൽ മിഡ് എടുക്കുമ്പോൾ നമുക്ക് എന്തായാലും ഇൻറ്റിജറിൽ എന്തൊരു ഓവർഫ്ലോ വരും. അതുകൊണ്ട് നമ്മൾ ലോങ് എടുക്കും. പക്ഷെ നമുക്ക് ഇവിടെ ടൈപ്പിംഗ് കുറച്ചും കൂടെ ചെയ്താലേ ഓർക്കാത്തുള്ളൂ. ഇതിപ്പോൾ ഇവിടെ മിഡ് ലോങ് എടുത്തു കഴിഞ്ഞാൽ ഈ സാധനം ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ ഇങ്ങനെ ചെയ്താലേ ഈ സ്റ്റേറ്റ്മെന്റ് ഓർക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഇത് മാത്രം ചെയ്ത് കഴിഞ്ഞാൽ അപ്പം ഇത് മാത്രമാണെങ്കിൽ അത് എറർ വരും. എസ് ക്യൂ എടുക്കുന്നു. എസ് ക്യൂ അതിൽ നിന്നാണ് കറക്റ്റ് നമ്പർ കിട്ടുവാണെങ്കിൽ, കറക്റ്റ് സ്ക്വയർ കിട്ടണമെങ്കിൽ നമ്മൾ അപ്പോൾ തന്നെ റിട്ടേൺ മിഡ് ചെയ്യും. മിഡ് ആണല്ലോ റേഞ്ച് ഓഫ് വാല്യൂസ്. എൽസ് എസ് ക്യൂ എക്സ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, എൽസ് ആണെങ്കിൽ നമ്മൾ എക്സ് മിഡ് പ്ലസ് അല്ലാന്നുണ്ടെങ്കിൽ -1. അപ്പോൾ ഇവിടെ നമുക്ക് മിഡ് അപ്ഡേറ്റ് ചെയ്യാം. എല്ലാ ഈ ഇറ്ററേഷനിലും നമ്മൾ മിഡ് അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, നെക്സ്റ്റ് നമ്മൾ ആൻസറിൻ്റെ കാര്യം വിട്ടുപോയി. നിയറസ്റ്റ് ഇത് കണ്ടിരിക്കണമല്ലോ, നിയർ ടു കറക്റ്റ്. ഇപ്പോൾ നമ്മൾ ലെസ് ദാൻ അടിക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ആൻസറാണ് അതിൽ സേവ് ചെയ്ത് വെക്കും മിഡ്. കാര്യം നെക്സ്റ്റ് ടൈം നമുക്ക് വൈൽഡ് പുറത്തു വന്നു കഴിഞ്ഞാൽ പെർഫെക്റ്റ് സ്കോറില്ലെന്ന് അർത്ഥം. അതിനർത്ഥം ആൻസറിനത് ഇത് ലേറ്റസ്റ്റ് നമ്പർ കാണും, നിയറസ്റ്റ് ചെയ്ത സ്ക്വയർ റൂട്ട് നിയറസ്റ്റ് ആകും. സബ്മിറ്റ് ചെയ്ത് നോക്കാം.
ഓക്കെ.